ഇന്ന് മകരമാസത്തിലെ മൂലം നക്ഷത്രം. നമ്മുടെ ശമ്പൂട്ടിൻ്റെ 7ാം പിറന്നാളാണിന്ന്. 6 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ വരുന്നത് ഫെബ്രുവരി 1 ആണ്. ഇന്ന് നക്ഷത്രമാണ്. അപ്പം നമ്മൾ നേരെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് പയ്യാവൂർ അമ്പലത്തിൽ പോയി. നാട്ടിലായതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടും. ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ഫീലല്ലേ ഇത്. അവിടെ അമ്പലക്കുളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശമ്പുട്ടൻ പറയുകയാണ്, കാർട്ടൂണിലൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം മനസ്സിൽ കണ്ടിട്ട് കോയിന് വെള്ളത്തിലേക്ക് ഇടണം, അപ്പം നമ്മുടെ ആഗ്രഹം സാധിക്കുന്നത്. ആൾ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. ഒരു കോയിനല്ലേ, ആഗ്രഹം സാധിക്കുമല്ലോ, എന്തായാലും ഇന്ന് പിറന്നാളല്ലേ എന്നൊക്കെ കരുതി നമ്മളും അവൻ്റെ ആഗ്രഹത്തിന് കൂട്ടു നിന്നു കേട്ടോ. ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ ആദ്യം കുളത്തിൽ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഒരാഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്, സൂപ്പർ ഹീറോസ് ബാറ്റ്മാൻ്റെ ഒക്കെ കിൻഡർ ജോയ് വന്നിട്ടുണ്ട്, അതൊരെണ്ണം വാങ്ങിക്കൊടുക്കുമെന്ന്. എന്തായാലും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു കിൻഡർ ജോയ് വിരോധിയാണ് കേട്ടോ. എന്നാലും ഇന്ന് അവൻ ആഗ്രഹം പറഞ്ഞതല്ലേ, വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ സമാധാനപരമായിട്ട് ഏകദേശം 1.5 വർഷത്തിന് ശേഷം പയ്യാവൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുംഭമാസം തുടങ്ങുമ്പോൾ ഉത്സവം തുടങ്ങാനായി. കുംഭമ്പത്ത് വലിയൊരു ആഘോഷമാണ് ഇവിടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ കുളമൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. കിണറൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി 1 മാസത്തെ വൃത്തിയാക്കലും ആഘോഷങ്ങൾക്കും ആ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് 1 മാസത്തെ. അതിനുശേഷം ഉത്സവം. അപ്പോൾ ഇന്നിവിടെ വന്നു. ഇന്നിനി കുറേ അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്ന് തൊഴുതിട്ട് പോകാമെന്ന് കരുതി. നമ്മൾ ന്യൂ ഇയറിന് ശേഷം അധികം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ലീവായിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നാട്ടിൽ വന്നാൽ അറിയാമല്ലോ, നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. നല്ല പണിത്തിരക്കും യാത്രകളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളും സന്തോഷമായിട്ടിരിക്കുന്നു. മോൻ്റെ പിറന്നാളായിട്ട് ഇന്നേ ദിവസം രാവിലെ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഏകദേശം 10 മണിയായിരുന്നു. നമുക്ക് കുറച്ച് പോസ്റ്റൊക്കെ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം ചെയ്ത് മോന് കിൻഡർ ജോയൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി നമ്മളെല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ അമ്മയും അച്ഛനും കൊണ്ട് അവർക്കുള്ള പാഴ്സൽ വാങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പവും കടലക്കറിയാണ് കഴിച്ചത്. ശമ്പൂട്ടൻ പൂരിയും ബാജിയാണ് കഴിച്ചത്. അതേപോലെ പ്രജിക്ക് അപ്പവും മീൻകറിയും വേണമെന്ന് പറഞ്ഞു. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പം നോൺ വെജ് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവിടെ അതുമായിട്ടൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം എന്ത് കഴിച്ചാലും നമുക്ക് അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യും. നമ്മൾ അമ്പലത്തിൽ പോയതിന് ശേഷമല്ലേ കഴിക്കുന്നുള്ളൂ എന്നൊരിത്. എന്നാലും ഞാൻ കഴിച്ചിട്ടില്ല. പ്രജിക്ക് കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിറയെ ചാമ്പങ്ങ അമ്മ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് ശമ്പൂട്ടൻ്റെ ബാറ്റ്മാനെയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.